നമസ്കാരം. വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 12:17. സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു, കള്ളസാക്ഷിയോ വഞ്ചന അർഹിക്കുന്നു. നമ്മളിന്ന് സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ് ഒരു വചനം എടുത്തിരിക്കുന്നത്. ഇവിടെ സത്യസന്ധനായ ഒരു വ്യക്തിയെക്കുറിച്ചും അതുപോലെ തന്നെയാണ് കള്ളം പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. സത്യസന്ധമായി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ നീതിയാണ് ലഭിക്കുന്നത്. ഒരു കള്ളം പറയുന്ന വ്യക്തിയാണെങ്കിൽ അവർ വഞ്ചനയാണ് തങ്ങളുടെ ചുറ്റുമുള്ള ഓരോരുത്തർക്കും നൽകുന്നത്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലും ചിലപ്പോൾ വഞ്ചനയായിരിക്കും ലഭിക്കുന്നത് എന്നാണ് ഒരു ഉപദേശം പോലെയാണ് ഈ ഒരു വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏവർക്കും വചനസമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു സത്യസന്ധനായ വ്യക്തി എങ്ങനെയായിരിക്കും? അവൻ്റെ പ്രവൃത്തി എങ്ങനെയായിരിക്കും? അവൻ സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും? അതുപോലെ തന്നെയാണ് കള്ളം പറയുന്ന ഒരാളുടെ ജീവിതം എങ്ങനെയായിരിക്കും? അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും എന്താണ് അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? അവരുടെ ജീവിതത്തിൽ അതുപോലെ തന്നെയാണ് അർഹിക്കുന്നത്, ലഭിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ സത്യസന്ധനായ ഒരു വ്യക്തിയെക്കുറിച്ച് ചെറിയൊരു സ്റ്റോറിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുൻപ് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? പന്തളത്ത് നിന്നും ആലീസ് ജോയി ആൻറ്റി ആണല്ലേ? ഓക്കെ. ആൻറ്റി വീട്ടിൽ ആരൊക്കെയുള്ളത്? ആൻറ്റി ഒറ്റയ്ക്കാണല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യേശുവിനെ എന്തിനായി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു? ക്വസ്റ്റ്യൻ മനസ്സിലായോ ആൻറ്റി? അതെ അതെ, ആൻസർ കറക്റ്റാണ്. ക്രൂശിക്കേണ്ടതിന്. ഓക്കെ. ആൻറ്റി ഇന്നൊരു പാട്ട് പാടുന്നുണ്ടോ? ഓക്കെ, ഒരു 4 വരി പാടിക്കോളൂ. എനിക്കാനന്ദമുണ്ടാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ടുല്ലാസമുണ്ട്. എനിക്കാനന്ദമുണ്ടാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ടുല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായി തൻ കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായി തൻ കൂടെയുണ്ടല്ലോ. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയത് ആരാണ്? പടയാളികൾ. അതെ, കറക്റ്റാണ്, പടയാളികൾ. ആൻറ്റിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയാമോ? രൂത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രൂത്താ? ഓക്കെ, രൂത്തിനെ കുറിച്ച് പറഞ്ഞോളൂ. രൂത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയേറെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു സ്ത്രീയാണ്. ഭർത്താവും ഭാര്യമാരും മരിച്ചു കഴിഞ്ഞ് പറഞ്ഞോളൂ ആന്റി. ഭർത്താവും അവരുടെ മക്കളും രണ്ടുപേരും മരിച്ചു കഴിഞ്ഞിട്ട് അവർ വളരെയേറെ മനോവ്യസനത്തോടുകൂടി ആയിരുന്നു. അതിനുശേഷം അവര് മരുമക്കളോട് പറഞ്ഞു, നിങ്ങളെന്നെ വിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. മരുമക്കള് പറഞ്ഞ്, ഞാൻ നിങ്ങളെ വിട്ട് ഞാൻ ഒരു നാളും വിട്ട് പോവുകയില്ല, എന്റെ ദൈവം നിന്റെ ദൈവം എന്നവർ പറഞ്ഞ് ആവശ്യമായിട്ട് അവർ ജീവിച്ചു. ഓക്കെ, നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള, ഒരുപാട് പേർക്ക്, ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരു കഥാപാത്രം കൂടിയാണല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, യേശുവിൻ്റെ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് പകരം ധരിപ്പിച്ചതെന്താണ്?
ചുവന്ന മേലങ്കി. അതെ, കറക്റ്റാണ്, ചുവന്ന മേലങ്കി. ഇനി ആൻറ്റിക്ക് ബൈബിളിൽ ഇഷ്ടമുള്ള ഒരു വചനം കൂടി പറയാമോ? യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവി എങ്കിലേക്ക് യാചിച്ചത് കൊണ്ട് ഞാൻ ജീവകാലം ഒക്കെയും അവനെ വിളിച്ചുപേക്ഷിക്കും. അതെ, നല്ലൊരു വചനമായിരുന്നു. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: യേശുവിൻ്റെ തലയിൽ വെച്ച കിരീടം ഏതായിരുന്നു? യേശുവിൻ്റെ തലയിൽ വെച്ച കിരീടം ഏതായിരുന്നു? മുൾക്കിരീടം. അതെ, മുള്ളു കൊണ്ടുള്ള കിരീടം. കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ട് ആൻറ്റി. എന്തായാലും വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. പന്തളത്ത് നിന്നും ആലീസ് ജോയ് ആൻറ്റിയാണ് ഇപ്പോൾ വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാട്ടുപാടി രൂത്തിനെ കുറിച്ച് സംസാരിച്ചു, ഒരു വചനം പറഞ്ഞു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമുക്കിനി സ്റ്റോറിയിലേക്ക് പോകാം. ഒരു ഗ്രാമത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് വളരെയധികം സത്യസന്ധനായ ഒരു വ്യക്തി ജീവിച്ചിരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് ഇന്നത്തെ പോലത്തെ ഒരു ഭരണമായിരുന്നില്ല. ഒരു രാജാവായിരുന്നു ആ നാട് ഭരിച്ചിരുന്നത്. അപ്പോൾ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ നാട്ടിൽ ഒരുപാട് എന്തെങ്കിലും കഴിവുകളുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റീസ് ഉള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കും. ആ വാർത്ത എപ്പോഴും രാജസന്നിധിയിൽ എത്താറുമുണ്ട്. കാരണം ഇന്നത്തെ പോലെ തന്നെയാണ് അന്നത്തെ സമൂഹത്തിലും ആവശ്യത്തിന് കള്ളം പറയുന്നവരും എല്ലാ സ്വഭാവമുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രത്തോളം സത്യസന്ധനായ ഒരു വ്യക്തിയുണ്ട്. അയാൾ എപ്പോഴും സത്യസന്ധമായി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ, സംസാരിക്കുകയുള്ളൂ. അയാളുടെ ഈ ഒരു പ്രവൃത്തി, ഈ ഒരു സ്വഭാവം വളരെയധികം ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു വാർത്ത രാജാവിൻ്റെ അടുക്കലും എത്തി. പക്ഷേ ഈ രാജാവിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും നല്ല ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അത് വളരെയധികം ബുദ്ധിപൂർവമായി ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കണം. അത് മാത്രമല്ല, എത്രത്തോളം സത്യസന്ധമായിട്ട് സംസാരിക്കുന്നത്, അതായത് സത്യം മാത്രം പറയുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്ന് രാജാവിന് ഭയങ്കരമായ സംശയം. അതുകൊണ്ട് എല്ലാവരും പറയുന്നത് കള്ളമാണ് എന്നായിരുന്നു ഈ രാജാവ് ചിന്തിച്ചിരുന്നത്. പക്ഷേ എപ്പോഴും ഒരുപാട് പേർ അയാളുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ട് രാജാവിന് ഒരിക്കൽ അയാളെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്നൊരു ചിന്ത ഈ രാജാവിൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ ചില ആൾക്കാരെ വിട്ട് ഈ രാജാവ് ഈ വ്യക്തിയെ രാജസന്നിധിയിലേക്ക് വിളിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ രാജാവിൻ്റെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇയാൾ എൻ്റെ മുൻപിൽ ഒരു കള്ളം പറഞ്ഞു. അപ്പോൾ ഇയാൾ കള്ളം പറയുന്ന ഒരു വ്യക്തിയാണ്, സാധാരണ ഒരു വ്യക്തിയാണെന്ന് എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കണം. ഇത് മാത്രമായിരുന്നു രാജാവിൻ്റെ മനസ്സിലെ ചിന്ത. അങ്ങനെ സത്യം മാത്രം സംസാരിക്കുന്ന ഈ ഒരു വ്യക്തി രാജസന്നിധിയിലെത്തി. അപ്പോൾ ഈ കൊട്ടാരത്തിൽ രാജ്ഞി ഇല്ലായിരുന്നു ഈ ഒരു അവസരത്തിൽ. അതുകൊണ്ട് രാജ്ഞിയുടെ പേര് പറഞ്ഞ് തന്നെ ഒരു ചെറിയൊരു കള്ളം അയാളടുത്ത് പറഞ്ഞതിന് ശേഷം അയാളെ കൊണ്ടൊരു കള്ളം പറയിക്കണം. ആ ഒരു ചിന്താഗതിയോടുകൂടി ഈ രാജാവ് പറഞ്ഞു: ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേർ നിങ്ങളുടെ ഈ സ്വഭാവത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് നിങ്ങളുടേത്. എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ആൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അറിഞ്ഞതിൽ വളരെയധികം അഭിമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇയാളടുത്ത് പറയും: എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാമോ? ഞാനിന്ന് നായാട്ടിന് പോവുകയാണ്. നായാട്ടിന് പോയതിന് ശേഷം രാജ്ഞിയുടെ മാതാവിൻ്റെ ഭവനത്തിലേക്ക് പോരുകയാണ്. മറ്റൊരു നാട്ടിലാണ്. അപ്പോൾ നീ ഇന്ന് അവിടെ പോയതിന് ശേഷം ഞാൻ നായാട്ട് കഴിഞ്ഞ് നാളെ അവിടെ എത്തുമെന്നും എനിക്ക് വിഭവസമൃദ്ധമായി കുറച്ച് ആഹാരം ഉണ്ടാക്കി വയ്ക്കുവാനും രാജ്ഞിയോട് പറയണമെന്ന് പറയും. എന്നിട്ട് പറയും: ഇന്ന് നീ പൊയ്ക്കോളൂ, ഈ ഒരു ഹെൽപ്പ് മാത്രം ചെയ്തു തന്നാൽ മതി, എൻ്റെ സ്വഭാവം എനിക്ക് ഒത്തിരി ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയും: നാളെ തിരികെ ഇവിടേക്ക് വന്നോളൂ, എത്രത്തോളം നിൻ്റെ ഈ ഒരു സ്വഭാവം ഒരുപാട് പേർ പറയുന്നുണ്ട്, അതുകൊണ്ട് നിനക്കൊരു സമ്മാനം കൂടി ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം രാജ്ഞിയുടെ അടുക്കിലേക്ക് ഈ വ്യക്തിയെ പറഞ്ഞയക്കുകയാണ്. പക്ഷേ രാജ്ഞിയുടെ അടുക്കലെത്തിയിട്ട് ഈ വ്യക്തി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് ഒരു കോൾ വരുന്നുണ്ട്. ഇന്നത്തെ സെക്കൻഡ് കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എൻ്റെ പേര് ലീന. ലീന. ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്?
പെരുമ്പാവൂരിനടുത്ത് കീഴില. പെരുമ്പാവൂരാണല്ലേ? ആ. ഓക്കെ. വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? ഭർത്താവ്, 2 ആൺകുട്ടികൾ. ഹസ്ബൻഡും 2 ആൺകുട്ടികളും. മക്കൾ എന്ത് ചെയ്യുന്നു? ഒരാൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഉം. ഒരാൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആഹാ. ഓക്കെ. അപ്പോൾ രണ്ടുപേരും ഇന്ന് ക്ലാസ്സിന് പോയായിരുന്നോ? ഓക്കെ, പോയിരുന്നല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞത് ആരാണ്? യൂദ. അതെ, കറക്റ്റാണ്, യൂദ. രണ്ടാമത്തെ ചോദ്യം. യൂദ അനുതപിക്കുവാൻ കാരണം എന്തായിരുന്നു? യൂദ അനുതപിക്കുവാൻ കാരണം എന്തായിരുന്നു? യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നത് കണ്ടിട്ട്. അതെ, ആൻസർ കറക്റ്റാണ്. യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചുവെന്ന് യൂദ കണ്ടപ്പോൾ. കറക്റ്റാണ് കേട്ടോ. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. യൂദ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്നത് എന്താണ്? 30 വെള്ളിക്കാശ്. 30 വെള്ളിക്കാശ്. അതെ, കറക്റ്റാണ്, 30 വെള്ളിക്കാശ്. ഇനി ബൈബിളിലെ ഒരു വചനം പറയാമോ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം. 15-ന്റെ എത്രാമത്തെ വാക്യമാണ്? പറയാം. ഓക്കെ, പറഞ്ഞോളൂ. രണ്ടാം വാക്യം. പറഞ്ഞോളൂ. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ അവൻ കളയുന്നു, കായ്ക്കുന്നൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഓക്കെ ഓക്കെ, നല്ല വചനമായിരുന്നു. നമുക്കിനി അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും യൂദ മടക്കിക്കൊണ്ടുവന്ന 30 വെള്ളിക്കാശ് സ്വീകരിക്കാതിരുന്നപ്പോൾ പിന്നെ അവൻ എന്തു ചെയ്തു? എന്താ? അവന് ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു. പിന്നെ അതിനുശേഷം വെട്ടി ഞാൻ ചത്തു. അതെ, കളഞ്ഞു. ആൻസർ കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആൻസർ അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു കളഞ്ഞു. കറക്റ്റാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ആൻറ്റി. ഇപ്പോൾ പെരുമ്പാവൂരിൽ നിന്നും ലീന മാത്യു ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമുക്കിനി നേരെ ബാക്കി സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ ഈ വ്യക്തി നേരെ രാജ്ഞി എവിടെയാണോ ഉള്ളത് അവിടേക്ക് പോയി. അവിടെ എത്തിയതിന് ശേഷം രാജാവ് പറഞ്ഞതുപോലെ തന്നെയാണ് പറയുവാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇയാളൊന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ താൻ ചെന്നപ്പോൾ രാജാവ് രാജസന്നിധിയിലുണ്ടായിരുന്നു. താൻ പോയ സമയം ഒരു രാജാവ് വേട്ടയ്ക്ക് പോകുന്നെങ്കിൽ പോകേണ്ട ഒരു സമയത്താണ് താൻ അവിടെ എത്തിയത്. പക്ഷേ രാജാവ് അതിനു വേണ്ടിയുള്ള യാതൊരുവിധ ക്രമീകരണങ്ങളും ചെയ്തിട്ടില്ല. രാജസന്നിധിയിൽ എല്ലാവരും തന്നെയുണ്ട്. രാജാവിൻ്റെ കൂടെയുള്ള ഭൃത്യന്മാരോ ആരും തന്നെ അതിനുവേണ്ടി ഒരുങ്ങിയിട്ടില്ല. യാതൊരുവിധ ഒരുക്കങ്ങളും അവിടെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ രാജാവ് ഇനി നായാട്ടിന് പോകുമോ ഇല്ലയോ എന്നൊരു സംശയം ഓൾറെഡി ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ രാജ്ഞിയുടെ അടുക്കൽ എത്തിയതിന് ശേഷം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ രാജ്യത്തിൽ നിന്ന് വരുന്നൊരു വ്യക്തിയാണ്. ഇന്ന് രാജാവ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്, ഒരു ദൂതുമായിട്ട്, അത് മറ്റൊന്നുമല്ല. ഇന്ന് ചിലപ്പോൾ രാജാവ് നായാട്ടിന് പോകും, പോയിട്ട് നാളെ ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ രാജ്ഞിയോട് അതിനു വേണ്ടിയുള്ള ആഹാരം ക്രമീകരിച്ച് വയ്ക്കുവാൻ പറഞ്ഞു ഇങ്ങനെ കാരണം ഒരു വ്യക്തതയില്ലാതെ രാജ്ഞിയോട് സംസാരിച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോൾ രാജ്ഞിക്ക് ഭയങ്കര ഡൗട്ടായി. അപ്പോൾ
രാജ്ഞി വീണ്ടും ചോദിച്ചു, നീ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നതാണോ? രാജാവ് പറഞ്ഞിട്ടാണോ ഇവിടേക്ക് വന്നത്? എനിക്ക് വിശ്വാസം വരുന്നില്ല. അതുമാത്രമല്ല, നീ പറയുന്ന കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതയുമില്ലെന്ന് രാജ്ഞി പറഞ്ഞു. അപ്പോൾ ഇയാൾ വളരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു. മറ്റൊന്നുമല്ല, ഞാൻ ഇന്ന് കൊട്ടാരത്തിൽ പോയപ്പോൾ രാജാവ് എന്നോട് പറഞ്ഞു, ഇന്ന് എന്നോട് ഇവിടെ വന്നിട്ട് രാജ്ഞിയോട് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ പറയുവാൻ വേണ്ടി പറഞ്ഞു. ഇന്ന് രാജാവ് വേട്ടയ്ക്ക് പോകും, നായാട്ടിന് പോകും, നാളെ ഇവിടേക്ക് വരും എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ കൊട്ടാരത്തിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ രാജാവ് ഇവിടേക്ക് വരുവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെയാണ് നായാട്ടിന് പോകുവാനും യാതൊരുവിധ സാധ്യതയില്ല. അതിനുവേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളും അവിടെ ചെയ്തിട്ടുമില്ല. അതുമാത്രമല്ല, ഒരു രാജാവ് ആഹാരം കഴിക്കുവാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത് പെട്ടെന്നൊന്നും പറഞ്ഞിട്ടായിരിക്കില്ല. അതിന് മറ്റു ചില കാര്യങ്ങൾ കൂടി ചെയ്യുവാനുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്നും തന്നെ രാജാവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് സത്യമായിട്ടുള്ള കാര്യമാണോ എന്നൊരു കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ വിശ്വാസവും ഉറപ്പുമില്ലെന്ന് ഈ വ്യക്തി രാജ്ഞിയോട് പറയും. അപ്പോൾ ഇത് കേട്ടപ്പോൾ രാജ്ഞിക്ക് കാര്യം മനസ്സിലാവും. കാരണം രാജാവ് അങ്ങനെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറില്ല ഇതുവരെയും. അതുകൊണ്ട് ഇക്കാര്യം രാജ്ഞിക്ക് ഒരുപാട് സംശയമായിരുന്നു. ഇങ്ങനെ പിറ്റേ ദിവസമായി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇയാൾ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാജ്ഞി കൊട്ടാരത്തിലേക്കും വന്നു. അപ്പോൾ രാജ്ഞിയെ കണ്ടപ്പോൾ രാജാവ് പെട്ടെന്ന് ഒന്ന് സംശയിച്ചു പോയി. അപ്പോൾ രാജാവ് ചോദിച്ചു, ഇന്നലെ ഞാൻ ഇവിടുന്ന് പറഞ്ഞയച്ചൊരു ദൂതൻ അവിടെ വന്നിട്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ രാജ്ഞി പറഞ്ഞു, അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അയാൾ കറക്റ്റായിട്ട് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ രാജ്ഞി നടന്ന സംഭവം പറയും. നിങ്ങൾ അയാളെ ഒന്ന് പരീക്ഷിച്ചതാണ് എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ആ പരീക്ഷണത്തിൽ അയാൾ വീണു പോയിട്ടില്ല. അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് സാധ്യതയുണ്ട്, ഒരു ഡൗട്ട് പോലെ മാത്രമാണ് പറഞ്ഞത്, അല്ലാതെ കള്ളമായിട്ടോ അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിങ്ങോട്ട് വരുവാനും കാരണമായത്. കാരണം എനിക്കറിയാം, ഒരിക്കലും രാജാവ് വേട്ട കഴിഞ്ഞതിന് ശേഷം, നായാട്ടിന് പോയതിനു ശേഷം എൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങി വരാൻ സാധ്യതയില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അയാൾ നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു ക്യാരക്ടറിൻ്റെ ഉടമയാണെന്നും ഈ രാജ്ഞി രാജാവിനോട് പറയും. അന്ന് വൈകിട്ട് രാജാവ് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വ്യക്തി കൊട്ടാരത്തിലേക്ക് വരും. കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ അയാൾ ചിന്തിച്ചതുപോലെ തന്നെയായിരുന്നു കാര്യങ്ങളും. അപ്പോൾ രാജാവും അവിടെ ഉണ്ടായിരുന്നു, രാജ്ഞിയും ഉണ്ടായിരുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ സത്യസന്ധനാണോ? നിങ്ങൾ എല്ലാ കാര്യവും ചിന്തിച്ചിട്ടാണോ പ്രവർത്തിക്കുന്നത്? ഇത് അറിയുവാൻ വേണ്ടി ഞാൻ നടത്തിയ ചെറിയൊരു പരീക്ഷണമായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായി, നിങ്ങൾ എല്ലാ കാര്യവും സത്യസന്ധമായി എപ്പോഴും പ്രവർത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കും. ഇനി ഞാനൊരു കള്ളം പറഞ്ഞാൽ പോലും, ഏതൊരു വ്യക്തി നിങ്ങളുടെ അടുത്ത് കള്ളം പറഞ്ഞാലും അത് കള്ളമാണോ സത്യമാണോ എന്ന് തിരിച്ചറിഞ്ഞ് മാത്രമേ നിങ്ങൾ ഒരാളടുത്ത് സംസാരിക്കുകയുള്ളൂ എന്നും എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ഈ പ്രവൃത്തിയെ ഞാനും അഭിനന്ദിക്കുകയാണ്. ഈ ഒരു ക്യാരക്ടർ ഇനി എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒരുപാട് സമ്മാനങ്ങളും ഈ വ്യക്തിക്ക് നൽകി. ഇവിടെ ഈ വ്യക്തി വളരെയധികം സത്യസന്ധനായി പ്രവർത്തിക്കുകയും ചിന്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്തത് കൊണ്ടാണ് ആ രാജ്യത്തിലുള്ള ഓരോരുത്തരും അയാളെ അഭിനന്ദിച്ചത്. അയാൾക്ക് ഒരുപാട് സമ്മാനങ്ങളും രാജാവ് നൽകിയത്. നമുക്കിനി അവസാനമായിട്ട് ഒരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ശൈലജ. ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? പുതുക്കുളങ്ങര. ഓക്കെ, പുതുക്കുളങ്ങര തിരുവനന്തപുരത്താണല്ലേ? നെടുമങ്ങാട്, തിരുവനന്തപുരത്ത് നെടുമങ്ങാടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പീലാത്തോസിൻ്റെ ഭാര്യ ആളയച്ച് ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറയിച്ചതെന്തുകൊണ്ട്? പീലാത്തോസിൻ്റെ ഭാര്യ ആളയച്ച് ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറയിച്ചത് എന്തുകൊണ്ടാണ്? അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. തന്നെയാണ് ആൻസർ. യേശു നീതിമാനായതുകൊണ്ടും അവൻ നിമിത്തം അവർ ഇന്നു സ്വപ്നത്തിൽ വളരെ ക്ലേശം അനുഭവിച്ചത് കൊണ്ടും. ഓക്കെ, ആൻസർ കറക്റ്റാണ് കേട്ടോ. ഓക്കെ, ആൻറ്റി ഇന്നൊരു പാട്ട് പാടുന്നുണ്ടോ? ഓക്കെ, ഒരു നല്ലൊരു പാടിക്കോളൂ.
വഴിയും വാതിലും അടഞ്ഞിടുവിൽ പുതുവഴി തുറന്നിടും യേശുനാഥൻ. നന്മയും കരുണയും കൃപകളുമേകി നല്ലവൻ നടത്തിടും അതിശയമാ. നന്മയും കരുണയും കൃപകളുമേകി നല്ലവൻ നടത്തിടും അതിശയമാ. വഴിയും വാതിലും അടഞ്ഞിടുവിൽ പുതുവഴി തുറന്നിടും യേശുനാഥൻ. നന്മയും കരുണയും കൃപകളുമേകി നല്ലവൻ നടത്തിടും അതിശയമാ. ആനന്ദമേ തവ സ്നേഹമാർത്താൻ ആശ്ചര്യമേ തിരുകൃപകളെന്നും. ആനന്ദമേ തവ സ്നേഹമാർത്താൻ ആശ്ചര്യമേ തിരുകൃപകളെന്നും. ആമുതൽ പാടിടും ആരാധിച്ചിടും അത്യുന്നതൻ നാമം അത്യുച്ചത്തിൽ. ആമുതൽ പാടിടും ആരാധിച്ചിടും അത്യുന്നതൻ നാമം അത്യുച്ചത്തിൽ. വഴിയും വാതിലും അടഞ്ഞിടുവിൽ പുതുവഴി തുറന്നിടും യേശുനാഥൻ. നന്മയും കരുണയും കൃപകളുമേകി നല്ലവൻ നടത്തിടും അതിശയമാ. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ആ, നല്ല പാട്ടായിരുന്നു. ആൻറ്റി നന്നായിട്ട് പാടി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോകാം. അടുത്ത ചോദ്യം ഇതാണ്: ആരെ ചോദിക്കുവാനും ആരെ നശിപ്പിക്കുവാനുമാണ് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചത്? ബറബ്ബാസിനെ ചോദിക്കാനും ഉം. യേശുവിനെ നശിപ്പിക്കുവാനും. അതെ, ആൻസർ കറക്റ്റാണ്. ബറബ്ബാസിനെ ചോദിക്കുവാൻ, യേശുവിനെ നശിപ്പിക്കുവാൻ. കറക്റ്റാണ് കേട്ടോ. ഇനി യേശു ക്രിസ്തു ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് പറയാമോ? മരിച്ചുപോയ വിധവയുടെ മകനെ ജീവിപ്പിച്ചു. നല്ലൊരു അത്ഭുത പ്രവൃത്തിയാണത്. എനിക്ക് ഈ ഒരു പെട്ടെന്ന് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ഈ ഒരു അത്ഭുത പ്രവൃത്തി പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരാനുള്ള കാരണം എന്താണ്? അത് വിധവയ്ക്ക് വേറെ ആരും ആശ്രയമായിട്ടില്ല. ആരും ആശ്രയിപ്പില്ലാത്ത സമയത്ത്, എല്ലാവരും കൈവിട്ട സമയത്ത്, അവനെ അടക്കം ചെയ്യാൻ കൊണ്ടുപോയ സമയത്ത് യേശു ആ വഴി വരികയും ആ വിധവയുടെ മകനെ ജയിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണല്ലേ? അതെ. ഓക്കെ, നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ഈ രണ്ടു പേരിൽ ആരെ നിങ്ങൾക്ക് വിട്ടുതരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന ചോദ്യത്തിന് എന്തുത്തരമാണ് ജനം നൽകിയത്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? സൂക്ഷിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു. അതല്ല, ഈ രണ്ടു പേരിൽ ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ രണ്ടു പേരിൽ ആരെ നിങ്ങൾക്ക് വിട്ടുതരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് ജനം നൽകിയത്? ബറബ്ബാസിനെ എന്ന് അവർ പറഞ്ഞു. അതെ, ആൻസർ കറക്റ്റാണ്, ബറബ്ബാസിനെ. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും അതിനെ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നെടുമങ്ങാട് നിന്നും ശൈലജ ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു. നല്ലൊരു ഗോളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സത്യസന്ധനായ ഒരു വ്യക്തിയെക്കുറിച്ചാണ്.
അയാളെ എങ്ങനെയൊക്കെ അയാളെ കൊണ്ടൊരു കള്ളം പറയിക്കുവാനും അയാളുടെ സ്വഭാവം മാറ്റുവാനും ആരൊക്കെ ശ്രമിച്ചാലും നല്ലൊരു ക്വാളിറ്റി അയാളുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് അയാൾ ആ രീതിയിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അത് അയാളുടെ ജീവിതത്തിൽ നല്ലതായി ഭവിച്ചു. അപ്പോൾ നമ്മളും ഇതുപോലെയാണ്. എപ്പോഴും സത്യസന്ധമായി പ്രവർത്തിക്കണം. ഒരിടത്തും കള്ളം കാണിക്കരുത്. കള്ളം കാണിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് ഒരു വഞ്ചനയായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ മാത്രമേ അത് പ്രതിഫലിക്കുകയുള്ളൂ. നമ്മൾ സത്യം സംസാരിച്ചാൽ നമ്മൾ എല്ലായിടത്തും നീതിമാനായി തീരും. ഏതായാലും വചനസമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.